റീസൺ ഫോർ ഫെയിലിയർ ഓഫ് ബോർ മോഡൽ. എന്തുകൊണ്ടാണ് ബോർ മോഡൽ ഫെയിലിയർ ആവാനുള്ള കാരണം? ഒന്നാമത് വേവ് ക്യാരക്ടർ ഓഫ് ഇലക്ട്രോൺ ഇസ് നോട്ട് കൺസിഡേർഡ്. നമുക്കറിയാം ബോർ മോഡൽ പാറ്റേൺ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ടാവും, അതിൽ പുറത്ത് ഒരു സർക്കിൾ വരച്ചിട്ട് അതിൽ ഒരു സ്ഫിയർ ആണ് വരയ്ക്കുക ചെയ്യാം. ഈ സ്ഫിയർ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ ആണ്. അവിടെ നമ്മൾ ഇലക്ട്രോൺ നമ്മുടെ മനസ്സിലുള്ള ചിത്രം ആലോചിച്ചാൽ മതി. ഒരു ബോർ മോഡൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്ഫിയർ, ആ സ്ഫിയർ ഇങ്ങനെ കിടന്ന് കളിക്കണം. അപ്പൊ അവിടെ എന്ത് കൺസിഡർ ചെയ്തിട്ടുള്ളൂ? ബോർ മോഡൽ എന്ത് മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ? പാർട്ടിക്കിൾ നേച്ചർ, മാറ്ററിന്റെ പാർട്ടിക്കിൾ നേച്ചർ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. എന്ത് കൺസിഡർ ചെയ്തില്ല? വേവ് നേച്ചർ കൺസിഡർ ചെയ്തിട്ടില്ല. ആൻഡ് ഇറ്റ് ഈസ് കോൺട്രഡിക്ട് ടു അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇറ്റ് ഈസ് കോൺട്രഡിക്ട് ടു അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. കോൺട്രഡിക്ട് ടു അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയാൻ കാരണം ഇവിടെ എക്സാക്ട് പൊസിഷനും ബോർ മോഡൽ പ്രകാരം എക്സാക്ട് പൊസിഷനും എക്സാക്ട് വെലോസിറ്റിയും എക്സാക്ട് പാത്ത് ഓഫ് ഇലക്ട്രോണിന് ബോർ മോഡൽ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് അങ്ങനെ എക്സാക്ട് പൊസിഷനും വെലോസിറ്റിയും പാത്തും ഒന്നും നമുക്ക് ആർക്ക് കൊടുക്കാൻ പറ്റില്ല, ഇലക്ട്രോണിന് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ബോർ മോഡല് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന് കോൺട്രഡിക്റ്റ് ചെയ്യും. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ബോർ മോഡൽ ഫെയിലിയർ ആവാനുള്ള കാരണം. ഒന്ന്, വേവ് ക്യാരക്ടർ കൺസിഡർ ചെയ്തിട്ടില്ല, പാർട്ടിക്കിൾ നേച്ചർ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തെ, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന് കോൺട്രഡിക്ടറി ആയിട്ടാണ് ബോർ മോഡൽ എക്സാക്ട് പൊസിഷനും വെലോസിറ്റിയും അസൈൻ ചെയ്ത് കൊടുത്തു. എന്നാൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം അങ്ങനെ എക്സാക്ട് പൊസിഷനോ വെലോസിറ്റിയോ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം, ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആൻഡ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിന്റെ രണ്ട് ബേസിക്കുകളാണ്. ഒന്ന് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും മറ്റൊന്ന് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ദി സ്റ്റഡി ഓഫ് മോഷൻസ് ഓഫ് ദി മൈക്രോസ്കോപ്പിക് ഓബ്ജക്ട്സ് ദാറ്റ് ഹാവ് ബോത്ത് വേവ് ലൈക്ക് ആൻഡ് പാർട്ടിക്കിൾ ലൈക്ക് ക്യാരക്ടർ. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ഓബ്ജക്ട്, ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓബ്ജക്ട്സിനെ കുറിച്ചുള്ള അതിന്റെ മോഷനെ കുറിച്ചുള്ള പഠനമാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? that have both wave and particle like nature. Particle nature wave nature ഉള്ള മൈക്രോസ്കോപ്പിക് ഒബ്ജക്റ്റിന്റെ മോഷനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസിനെയാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഫോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സുമായി ബന്ധപ്പെട്ട ചില ടേംസ് ആണ്. ഫോട്ടോൺ, റേഡിയേഷൻസ് ആർ എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് നോട്ട് കണ്ടിന്യൂസ്ലി but discontinuously as a packets of energy called quanta or photon. ഈ ക്വാണ്ടം തിയറിയുടെ ബേസ് ആണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അതേപോലെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. അപ്പോ ഈ ഇതിന്റെ ബേസിക്, ക്വാണ്ടം തിയറിയുടെ ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷൻസ് ആർ എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് in the form of small packets of energy that is called quanta or photon. The radiation are emitted or absorbed not continuously but discontinuously, the packets of energy. The packets of energy is called quanta or photon. It is called quantum theory. Quantum theory says that the energy for the radiations are emitted or absorbed in the form of small packets of energy, that is in discontinuous manner. Then energy of photon energy is equal to h nu. Photon energy നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഒന്നും കൂടി പറയാനുണ്ട്. നേരത്തെ പറഞ്ഞ energy of photon is equal to h nu, which is the Planck's constant, and its value 6.626 into 10⁻⁻34 joule second, and nu is the frequency. The number of photons എങ്ങനെ കണ്ടുപിടിക്കാം? പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രോബ്ലം ചോദിക്കുന്ന ഒരു ഏരിയയാണ്. നമ്പർ ഓഫ് photons is equal to En, energy into lambda divided by hc. En lambda divided by hc. That is the now equation for calculating or determining the number of photons. Then quantum mechanics, സയൻസിന്റെ മറ്റൊരു ബ്രാഞ്ചാണ് ക്ലാസിക്കൽ മെക്കാനിക്സ്. നമ്മൾ പറഞ്ഞു ക്വാണ്ടം മെക്കാനിക്സ് പറഞ്ഞു, അതേപോലെ മറ്റൊരു ബ്രാഞ്ചാണ് ക്ലാസിക്കൽ മെക്കാനിക്സ്. The study of motion of macroscopic objects, for example laws of motion. ക്ലാസിക്കൽ മെക്കാനിക്സിൽ വരുന്നതാണ് ലോസ് ഓഫ് മോഷൻ. അതായത് മാക്രോസ്കോപ്പിക് ബോഡിയുടെ മോഷനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ക്ലാസിക്കൽ മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ബോഡിയുടെ, അതായത് വേവ് നേച്ചറും പാർട്ടിക്കൽ നേച്ചറും ഉള്ള ബോഡിയുടെ മോഷനുമായി ബന്ധപ്പെട്ട സ്റ്റഡിയാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്.
Schrodinger wave equation. എന്താണ് Schrodinger wave equation? For a system എന്താവാം? Atoms, molecules whose energy do not change with time. ഒരു സിസ്റ്റം ആറ്റം ആവാം, മോളിക്യൂൾ ആവാം, പക്ഷെ അതിന്റെ എനർജി ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യൂല. സിസ്റ്റം ഫോർ എ സിസ്റ്റം ആറ്റം ഓർ മോളിക്യൂൾ whose energy does not change with time. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിന് H cap psi will be is equal to E psi. H cap എന്നാണെന്ന് പറയാം. Hന്റെ മുകളിൽ ഒരു ക്യാപ്പ് തൊപ്പി. H cap psi is equal to E psi. H ക്യാപ്പിന് പറയുന്ന പേര്, അല്ലെങ്കിൽ H ക്യാപ്പ് എന്ന് പറഞ്ഞ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ ആണ്. ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്നാണ് അതിന് പറയാം. H cap is an operator which is called Hamiltonian operator. Mathematical operator ആണ് Hamiltonian operator. And psi is the wave function. Psi എന്നാണ് പറയുക. Psi is the wave function. And solution of this equation gives energy and psi. ഇതിനെ ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ, ഹയർ ക്ലാസ്സിലൊക്കെ പഠിക്കും, ഇവിടെ നമുക്ക് ആവശ്യമില്ല. ഈ ഇക്വേഷനെ നിങ്ങൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇയുടെയും വേവ് ഫംഗ്ഷൻ, എനർജിയുടെയും വേവ് ഫംഗ്ഷനും ആയിരിക്കും ആ ഇക്വേഷന്റെ സൊല്യൂഷൻ. And that is the Schrodinger wave equation is the H cap psi is equal to E psi. This is the short form of Schrodinger wave equation എന്നാണ് പറയുന്നത്. Short form of Schrodinger equation wave equation ആണ് H cap psi is equal to E psi. Schrodinger wave equationന്റെ ഷോർട്ട് ഫോം ആണ് നമ്മൾ പറഞ്ഞത് H cap psi is equal to E psi എന്നുള്ളത്. എക്സ്പാൻഡഡ് ഫോം, Schrodinger wave equationന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് dou square psi by dou x square plus dou square psi by dou y square plus dou square psi by dou z square plus 8 pi square m by h square into e minus v into psi equal to 0. ഇതാണ് എക്സ്പാൻഡഡ് ഫോം ഓഫ് Schrodinger wave equation. ഒരു പ്രാവശ്യം കണ്ട് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഇവിടെ Schrodinger wave ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ ആണ് psi. dou square by dou z square എന്നുള്ളത് സെക്കൻഡ് ഡെറിവേറ്റീവ് with respect to dou square x by dou square by dou x square എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് with respect to x. dou square divided by dou y square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് with respect to y. dou square by dou z square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് with respect to z ആണ്. ഇവിടെ m is the mass of electron, E is the energy, and V is the potential energy. That is the Schrodinger wave equation. It's expanded form. അത് പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം കണ്ട് ചോദിച്ചിട്ടുണ്ട്. What is the expanded form of Schrodinger wave equation? dou square psi by dou x square plus dou square psi by dou y square plus dou square psi by dou z square plus 8 pi square m by h square into e minus v into psi is equal to 0 എന്നുള്ളതാണ് Schrodinger wave equationന്റെ enlarged features of quantum mechanical model. Quantum mechanical model of ആറ്റത്തിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. The energy of electron in an atom is quantized. ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിന്റെ എനർജി ക്വാണ്ടൈസ്ഡ് ആണ്. അതായത് ഒരു ഫിക്സഡ് എനർജി ആയിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരു ഫിക്സഡ് എനർജിയിൽ നിന്ന് അടുത്ത എനർജി ലെവലിലേക്ക് മാറുകയാണെങ്കിൽ ഒരു ഫിക്സഡ് പാക്കറ്റ് എനർജി അബ്സോർബ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പാക്കറ്റ് എനർജി പുറത്തേക്ക് വിടണം. എന്താണ് ദി എക്സിസ്റ്റൻസ് ഓഫ് ക്വാണ്ടൈസ്ഡ് ഇലക്ട്രോണിക് എനർജി ലെവൽ ഈസ് ദി റിസൾട്ട് ഓഫ് വേവ് ലൈക്ക് പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ വേവ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് ക്വാണ്ടൈസ്ഡ് ഇലക്ട്രോണിക് എനർജി ലെവൽസ് എക്സിസ്റ്റ് ചെയ്യാനുള്ള കാരണം. അല്ലെങ്കിൽ ക്വാണ്ടൈസ്ഡ് ഇലക്ട്രോണിക് എനർജി ലെവൽസ് ഇലക്ട്രോൺ ഉള്ളത് അതിന് വേവ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ്. മൂന്നാമത്തെ ഫീച്ചറാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. പാത്ത് ഓഫ് ഇലക്ട്രോൺ ക്യാൻ നെവർ ഡിറ്റർമൈൻഡ് അക്യുറേറ്റ്ലി. നമ്മൾ പറഞ്ഞതാണ്, കൂടുതൽ പറയുന്നില്ല. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണെന്നും എന്തുകൊണ്ടാണ് പാത്ത് ഓഫ് ഇലക്ട്രോൺ അക്യുറേറ്റ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്തത്. ഫോർ ആൻ അറ്റോമിക് ഓർബിറ്റൽ ഈസ് ദി വേവ് ഫംഗ്ഷൻ psi ഫോർ ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം. ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിന്റെ ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിന് psi എന്ന് പറയുന്നത് അതിന്റെ അറ്റോമിക് ഓർബിറ്റലാണ്, അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അറ്റോമിക് ഓർബിറ്റലാണ് ഫോർ ആൻ ഇലക്ട്രോൺ. ഒരു ആറ്റത്തിന് വേവ് ഫംഗ്ഷൻ, ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിന്റെ
വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അറ്റോമിക് ഓർബിറ്റൽ ആണ്. ഒന്നുകൂടി പറയാൻ വിശദമാക്കി എന്താണ് അറ്റോമിക് ഓർബിറ്റൽ. അറ്റോമിക് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ദി ഏരിയ അറൌണ്ട് ദി ന്യൂക്ലിയസ് വേർ ദർ ഈസ് മാക്സിമം പ്രോബിലിറ്റി ടു ഫൈൻഡ് ഇലക്ട്രോൺ. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ കണ്ടുമുട്ടാൻ ഏറ്റവും സാധ്യത കൂടുതലുള്ള മേഖലയാണ് അറ്റോമിക് ഓർബിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ആറ്റത്തിലെ ഇലക്ട്രോണിന് വേവ് ഫംഗ്ഷൻ സൈ എന്ന് പറയുന്നത് അറ്റോമിക് ഓർബിറ്റൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിനെ കണ്ടുമുട്ടാൻ സാധ്യതയുള്ള മേഖലയാണ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത പ്രോപ്പർട്ടി, ദി പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ അറ്റ് എ പോയിന്റ് വിത്തിൻ an atom is proportional to psi square. ഈ അറ്റോമിക് ഓർബിറ്റൽ അല്ലെങ്കിൽ വേവ് ഫംഗ്ഷന്റെ സ്ക്വയറിനെയാണ് ദി പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ അറ്റ് എ പോയിന്റ്. ഒരു പ്രത്യേക പോയിന്റില് ഇലക്ട്രോണിനെ കണ്ടുമുട്ടാനുള്ള സാധ്യതയെ, ഒരു പോയിന്റിൽ ഇലക്ട്രോണിനെ കണ്ടുമുട്ടാനുള്ള സാധ്യത എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? അതിന്റെ അറ്റോമിക് ഓർബിറ്റൽ അല്ലെങ്കിൽ വേവ് ഫംഗ്ഷന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇത്രയാണ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അസംപ്ഷൻസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിന്റെ അടിസ്ഥാനത്തില് അറ്റോമിക് ഓർബിറ്റൽസ് എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ അറ്റോമിക് ഓർബിറ്റൽസ് എക്സിസ്റ്റ് ചെയ്തതോടുകൂടി ആ അറ്റോമിക് ഓർബിറ്റലിലാണ് ഇലക്ട്രോൺസ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ഇലക്ട്രോൺ ഒരു അഡ്രസ്, ഇലക്ട്രോൺ എവിടെ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഒരു അഡ്രസ് പറയൽ നിർബന്ധമാണ്. അങ്ങനെ ഇലക്ട്രോണിന്റെ അഡ്രസ്സിനെ സൂചിപ്പിക്കുന്നതാണ് ക്വാണ്ടം നമ്പേഴ്സ്. അറ്റോമിക് ഓർബിറ്റൽസ് ക്യാൻ ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ബൈ ക്വാണ്ടം നമ്പേഴ്സ്. ഈ 4 ക്വാണ്ടം നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ഒരു ഇലക്ട്രോൺ, ഒരു ആറ്റത്തിലുള്ള ഒരു ഇലക്ട്രോണിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇറ്റ് ഈസ് ദി അഡ്രസ് ഓഫ് ആൻ ആറ്റം, അഡ്രസ് ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം. ഒരു ആറ്റത്തിനുള്ളിലെ ഒരു ഇലക്ട്രോണിന്റെ അഡ്രസ് ആണ് ശരിക്കും ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ അഡ്രസ് പറയുകയാണെങ്കിൽ നമ്മുടെ പേരുണ്ടാവും, നമ്മുടെ വീട്ടുപേരുണ്ടാവും, നമ്മുടെ ഫാദറിന്റെ പേരുണ്ടാവും, നമ്മുടെ പോസ്റ്റ് ഓഫീസ് ഉണ്ടാവും. അപ്പൊ ഒരു കത്ത് വരുമ്പോ ഏത് പോസ്റ്റ് ഓഫീസിലാണ്, ആ പോസ്റ്റ് ഓഫീസില് ആരുടെ പേരിലേക്കാണ്, വീട്ടുപേരുള്ള ഏത് വീട്ടുപേരിലേക്കാണ്, ആ വീട്ടുപേരിൽ ആരിലേക്കാണ് കത്ത് വരേണ്ടത്, അതിൽ തന്നെ അയാളുടെ ആർക്കാണ്, അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക്, ഒരു പോസ്റ്റ് ഓഫീസിൽ ഒരു വീട്ടിലേക്ക് എത്തി, ആ ഒരു വീടിന് വീട്ടുപേരുണ്ടാവും. അപ്പോ പോസ്റ്റ് ഓഫീസിലേക്ക് എത്തി, വീട്ടിൽ തന്നെ ഒരുപാട് അംഗങ്ങൾ ഉണ്ടാവും. അതിൽ ആരിലേക്കാണ്, ചിലപ്പോൾ ഒരാളിലേക്ക് എത്തി അയാളുടെ മകനായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ അഡ്രസ് പറയുന്ന പോലെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ പ്രകാരം അറ്റോമിക് ഓർബിറ്റലിലുള്ള ഇലക്ട്രോണിന്റെ അഡ്രസ് പറയാൻ ഉപയോഗിക്കുന്ന അഡ്രസ്സാണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ 4 തരത്തിലുള്ള ക്വാണ്ടം നമ്പേഴ്സ് ആണ് ഉള്ളത്. ഇത് 4 മാർക്കിന് വരെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്നാണ് ക്വാണ്ടം നമ്പേഴ്സ്. ഒന്നാമത്തെ ക്വാണ്ടം നമ്പറാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. നമ്മള് ഇത് മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഒരു പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ നമുക്ക് ഇപ്പോൾ ഇവിടെ പറയാം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എൻ, സ്മോൾ ലെറ്റർ എൻ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ച്, സ്മോൾ ലെറ്റർ എൻ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ സബ്സിഡിയറി ക്വാണ്ടം നമ്പർ എന്നും പറയാറുണ്ട്. അസിമുത്തൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ സബ്സിഡിയറി ക്വാണ്ടം നമ്പർ എൽ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ എം എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നാലാമത്താണ് ഇലക്ട്രോൺ സ്പിൻ ക്വാണ്ടം നമ്പർ, സ്മോൾ ലെറ്റർ എസ് ഉപയോഗിച്ചാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ 4 പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ അല്ലെങ്കിൽ സബ്സിഡിയറി ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ നാലാമത്തെ ഇലക്ട്രോൺ സ്പിൻ ക്വാണ്ടം നമ്പർ. ഇങ്ങനെ 4 ക്വാണ്ടം നമ്പേഴ്സ് ഉള്ളത്. ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ. 4 ക്വാണ്ടം നമ്പറുകളിലെ ഒന്നാമത്തെ ക്വാണ്ടം നമ്പർ ആയിട്ടുള്ള പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എൻ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു ആറ്റത്തിലെ ഓർബിറ്റിനെ അല്ലെങ്കിൽ ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യാനാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ സൈസും എനർജിയും, ഓർബിറ്റിന്റെ സൈസ്, ഒന്നാമത്തെ ഓർബിറ്റ്, രണ്ടാമത്തെ ഓർബിറ്റ്, അപ്പൊ ഓർബിറ്റിന്റെ സൈസാണ് അവിടെ കാണിക്കുന്നത്. അതേപോലെ ഒന്നാമത്തിന്റെ എനർജി, രണ്ടാമത്തിന്റെ എനർജി, മൂന്നാമത്തിന്റെ എനർജി, അങ്ങനെ ഓർബിറ്റിന്റെ സൈസ്, എനർജി അല്ലെങ്കിൽ ഓർബിറ്റ്, ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ യൂസ് ചെയ്യുന്നത്.
അതിന്റെ വാല്യൂസ് n equal to 1, 2, 3, 4 etc. പോസിറ്റീവ് ഇന്റീജേഴ്സ്. എന്നിന്റെ വാല്യൂസ് 1 മുതൽ തുടങ്ങുന്ന പോസിറ്റീവ് ഇന്റീജേഴ്സ് ആണ് അതിന്റെ വാല്യൂസ്. n equal to 1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഓർബിറ്റ്, n equal to 2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഓർബിറ്റ്, അങ്ങനെ പോകും. n സ്ക്വയർ, ഈ n ന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം വാല്യൂവിന്റെ സ്ക്വയർ n സ്ക്വയർ is equal to number of orbital allowed by the specific orbit. ഒരു സ്പെസിഫിക് ഓർബിറ്റിന് എത്ര ഓർബിറ്റൽസ് അലൗഡ് ആണ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതാണ് n സ്ക്വയർ. ഉദാഹരണത്തിന് 1 n equal to 1, the number of orbitals allowed is equal to 1. അതായത് ഒന്നിന് s ഓർബിറ്റൽ മാത്രമേ അലൗഡ് ഉള്ളൂ. രണ്ടാവുമ്പോ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. അപ്പൊ അവിടെ 4 ഓർബിറ്റൽസ് രണ്ടാമത്തെ ഓർബിറ്റിൽ അവൈലബിൾ ആണ്. ഓർബിറ്റ് എന്താന്നൊക്കെ നമുക്ക് അറിയാന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ സർക്കുലർ പാത്തിനാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ ഈ കൺസെപ്റ്റിൽ എടുക്കുന്നത് ഓരോ ഓർബിറ്റിലും ഓർബിറ്റൽസ് ഉണ്ട്. അതായത് ഇലക്ട്രോണിനെ കണ്ടുമുട്ടാൻ സാധ്യതയുള്ള ആ ഇലക്ട്രോൺ ഡെൻസിറ്റി ഉള്ള ഏരിയയാണ് അതിനെ ഓർബിറ്റൽ എന്ന് പറയുന്നത്. അപ്പോ രണ്ടാമത്തെ ഓർബിറ്റിൽ n equal to 2 ആവുമ്പോ എത്രയായി? 2 സ്ക്വയർ 4 ആയി. 4 ഓർബിറ്റൽസ് അവിടെ അലൗഡ് ആണ് രണ്ടാമത്തെ ഓർബിറ്റൽ. ഏതൊക്കെയാണ്? ഒന്ന് എസ് ഓർബിറ്റൽ, രണ്ടാമത്തെ px, py, pz. ഇനി 3 ആവുമ്പോഴോ 9 ആയി. ഇപ്പൊ 4 ഓൾറെഡി പറഞ്ഞു. അതിലേക്ക് എത്രണ്ണം കൂടി വരും? 5 എണ്ണം കൂടി വരും. ഈ 5 എണ്ണം ഏതാ? ഡിയുടെ 5 ഓറിയന്റേഷൻ ഉണ്ട്. ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഡി സെഡ് സ്ക്വയർ, ഡി എക്സ് വൈ, ഡി വൈ സെഡ്, ഡി എക്സ് സെഡ്, ഇങ്ങനെ 5 ഓർബിറ്റൽസ് അവൈലബിൾ ആണ്. അങ്ങനെ എഫിനാവുമ്പോ 7 എണ്ണം കൂടി വരും. അപ്പൊ അങ്ങനെ നമുക്ക് 16 ആവും. 9 9ക്ക് 7 കൂടി വരുമ്പോൾ 16 ആവും. അതാണ് ഇവിടെ ഈ n സ്ക്വയർ എന്നുള്ളതുകൊണ്ട് റെപ്രസെന്റ് ചെയ്തത്. n സ്ക്വയർ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഓർബിറ്റൽസ് അലൗഡ് ബൈ ദി സ്പെസിഫിക് ഓർബിറ്റ്. ദി എനർജി ഓഫ് ഓർബിറ്റൽ ഇൻക്രീസസ് വിത്ത് ദി ഇൻക്രീസ് ഓഫ് n. n ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഓർബിറ്റലിന്റെ എനർജി ഇൻക്രീസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ മനസ്സിലാക്കാൻ. രണ്ടാമത് ക്വാണ്ടം നമ്പർ അസിമുത്തൽ ക്വാണ്ടം നമ്പർ, അല്ലെങ്കിൽ അതിന് പറയുന്ന പേര് സബ്സിഡിയറി ക്വാണ്ടം നമ്പർ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഓർ സബ്സിഡിയറി ക്വാണ്ടം നമ്പർ. അതിന് എൽ എന്നുള്ള സ്മോൾ ലെറ്റർ എൽ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ദാറ്റ് റെപ്രസെന്റ്സ് ദി ഫോർ സബ് ഷെൽ. നേരത്തെ ഷെല്ലിനെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സബ് ഷെല്ലിനെയാണ് അല്ലെങ്കിൽ ഓർബിറ്റലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്പർ ഓഫ് സബ് ഷെൽ ഇൻ എ ഷെൽ ഈക്വൽ ടു n. ഒരു ഷെല്ലില് എത്ര സബ് ഷെൽ ഉണ്ട് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ n വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഓർബിറ്റിലെ ഒരു സബ് ഷെൽ l ഈക്വൽ ടു 0. എല്ലിന്റെ വാല്യൂസ് തുടങ്ങുന്നത് 0 to n-1 ആണ്. 0 തുടങ്ങും, ഏത് വരെ ഉണ്ടാവും? n-1 വരെ ഉണ്ടാവും. നമ്പർ ഓഫ് സബ് ഷെൽ ഇൻ എ ഷെൽ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു n ആണ്. ഒന്നാമത്തെ ഷെല്ലില് ഒരു സബ് ഷെല്ല്. ഒന്നാമത്തെ ഷെല്ലിൽ ഏത് സബ് ഷെല്ല്? എസ്. രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ് ഷെല്ല് എസ് പി. മൂന്നാമത്തെ ഷെല്ലില് 3 സബ് ഷെല്ല് എസ് പി ഡി. നാലാമത്തെ ഷെല്ലിൽ 4 സബ് ഷെല്ല് എസ് പി ഡി എഫ്. ഇതാണ് നമ്പർ ഓഫ് സബ് ഷെൽ ഇൻ എ ഷെൽ ഈക്വൽ ടു n പറഞ്ഞു. ഇനി എല്ലിന്റെ വാല്യൂ എവിടെ തുടങ്ങും? 0 തുടങ്ങും. ഏത് വരെ വരും? n-1 വരെ വരും. then l ഈക്വൽ ടു 0 ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എസ് ഓർബിറ്റലിനെയാണ്. l ഈക്വൽ ടു 1 പി ഓർബിറ്റലിനെയാണ്. l ഈക്വൽ ടു 2 ഡി ഓർബിറ്റലിനെ. അങ്ങനെ 3f-നെയും 4g-യെയും 5h ഓർബിറ്റലിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യും. നമുക്ക് ഇവിടെ പിന്നെ n ഈക്വൽ ടു 1 ആവുമ്പോ l ഈക്വൽ ടു 0 വരും. പിന്നെ n-1 വരെയാണ്. n-1 എന്നാണ് 1-1 0. ഇനി l ഈക്വൽ ടു 1 ആണെങ്കിലോ, സോറി l ഈക്വൽ ടു 2 പിന്നെ n ഈക്വൽ ടു 2 ആണെങ്കിലോ, n ഈക്വൽ ടു 2 ആണെങ്കിൽ 0 ഉണ്ടാവും. ഏതും കൂടി ഉണ്ടാവും? n-1 വരെയാണ്. അപ്പൊ 2-1 വരെ ഉണ്ടാവും. അപ്പൊ എസും പിയും. അങ്ങനെ നമുക്ക് സബ് ഷെല്ലിനെ അല്ലെങ്കിൽ ഓർബിറ്റൽസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ക്വാണ്ടം നമ്പറാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ. റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ m ഉപയോഗിച്ചാണ് മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. represent the spatial orientation of the orbital with respect to coordinate axis. കോർഡിനേറ്റ് ആക്സിസ് അതായത് XYZ അതാണ് കോർഡിനേറ്റ് ആക്സിസ്. ഈ കോർഡിനേറ്റ് ആക്സിസിൽ എങ്ങനെയാണ് ഓറിയന്റേഷൻ, സ്പേസിൽ എങ്ങനെയാണ്
ഓറിയന്റേഷൻ നടത്തിയത്, സ്പേഷ്യൽ ഓറിയന്റേഷൻ ഓഫ് ദി ഓർബിറ്റൽ വിത്ത് റെസ്പെക്ട് ടു കോർഡിനേറ്റ് ആക്സിസ്. അതായത് XYZ എന്നുള്ള ആക്സിസിലെ ഏത് ആക്സിസിലാണ് അല്ലെങ്കിൽ ഏത് ഓറിയന്റേഷനിലാണ് സ്പേസിൽ ഈ ഓർബിറ്റൽ കിടക്കുന്നത് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്പർ ഓഫ് പോസിബിൾ എം വാല്യൂസ്, എത്ര എം വാല്യൂ വരെ ഉണ്ടാവും, അത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? എൽ വാല്യൂമായിട്ട് റിലേറ്റഡ് ആണ്. അതായത് നമ്പർ ഓഫ് പോസിബിൾ എം വാല്യൂസ് ഈസ് ഈക്വൽ ടു 2l plus 1. 2l plus 1. അപ്പൊ L 0 ആണെങ്കിൽ 2 ഈ ഭാഗം 0 ആയി പിന്നെ 1. അപ്പൊ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. S ഓർബിറ്റലിന് ഒരു ഓറിയന്റേഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ഇത് നോക്കുക, 1 ആണെങ്കിലോ 2 into 1 plus 1 that is 3. അപ്പോ L equal to 1 ആവുമ്പോൾ P ഓർബിറ്റലിന് എത്ര ഓറിയന്റേഷൻസ് പോസിബിൾ ആണ്? 1, 2, 3 ഓറിയന്റേഷൻസ് പോസിബിൾ ആണ്. ഇനി നോക്കുക എമ്മിന്റെ വാല്യൂസ് എങ്ങനെയാണ്? എമ്മിന്റെ വാല്യൂസ് -L തുടങ്ങും. ഏത് വരെ ഉണ്ടാവും? +L വരെ ഉണ്ടാവും, ഇൻക്ലൂഡിങ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ് എല്ലിന്റെ വാല്യൂ ഉണ്ടെങ്കിൽ -1, 0, +1. നമുക്ക് ഇവിടെ നോക്കാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് L equal to 0 then M equal to 0. ഇനി L 1 ആണെങ്കിലോ എമ്മിന്റെ വാല്യൂ -1, 0, +1. ഇനി L equal to 2 ആണെങ്കിലോ -2, -1, 0, +1, +2 അങ്ങനെ വരും. നോക്കാം ഇവിടെ L equal to 0 S ഓർബിറ്റലിന്റെ ഒരു ഓറിയന്റേഷൻ മാത്രമേ അല്ലെങ്കിൽ ഒരു സ്പേഷ്യൽ ഓറിയന്റേഷൻ മാത്രമേ പോസിബിൾ ഉള്ളൂ. എന്നാൽ L equal to 1 ആണെങ്കിൽ P ഓർബിറ്റൽ ആയിട്ട് എത്ര ഓറിയന്റേഷൻസ് പോസിബിൾ ആണ്? PX, PY, PZ. അങ്ങനെ L equal to 5 ഓറിയന്റേഷൻസ് പോസിബിൾ ആണ്. അത് DX square minus y square, dz square, dxy, dyz, dxz എന്നുള്ള 5 ഓറിയന്റേഷൻസും പോസിബിൾ. അപ്പൊ എത്രയാണ് ഓർബിറ്റൽ മാഗ്നറ്റിക് ഓർബിറ്റൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൽ മനസ്സിലാക്കാം. 4ാമത്തെ ക്വാണ്ടം നമ്പർ ആണ് ഇലക്ട്രോൺ സ്പിൻ ക്വാണ്ടം നമ്പർ. എസ് എന്നുള്ള സ്മോൾ ലെറ്റർ എസ് ഉപയോഗിച്ചാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ ഉണ്ട് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? സ്പിന്നാണ്. ഇലക്ട്രോണിന്റെ സ്പിന്നിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് സ്പിന്നിങ് ഓഫ് ഇലക്ട്രോൺ ഇൻ ഇറ്റ്സ് ഓൺ ആക്സിസ്. ഇലക്ട്രോണിന്റെ അതിന്റെ ആക്സിസിൽ തന്നെയുള്ള സ്പിന്നിങ്ങിന്റെ ഡയറക്ഷൻ അത് 2 തരത്തിലാണുള്ളത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ വാല്യൂസ്, എസിന്റെ വാല്യൂസ് +½ വരാം, -½ വരാം. 2 പോസിബിലിറ്റി ഉള്ളൂ. അതിൽ +½ റെപ്രസെന്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള സ്പിന്നിങ്, -½ റെപ്രസെന്റ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ഇലക്ട്രോണിന്റെ സ്പിന്നിങ്. അപ്പൊ ഒരു ആക്സിസിൽ ഇലക്ട്രോൺ ഇങ്ങനെ ഇടത്തുനിന്ന് വലത്തോട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ക്ലോക്കിൽ സൂചി തിരിയുന്നത് പോലെ ഇങ്ങനെ, ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ക്ലോക്കിൽ സൂചി ഇങ്ങോട്ട് തിരിയുന്ന നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അങ്ങനെ 2 തരത്തിലാണ് ആക്സിസിൽ ഇലക്ട്രോൺ സ്പിൻ ചെയ്യുന്നത്. ആ സ്പിൻ ചെയ്യുന്ന ഡയറക്ഷന്റെ അടിസ്ഥാനത്തിൽ 2 തരത്തിലുള്ള സ്പിന്നിങ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പൊ +½ -½ 2 വാല്യൂസ് മാത്രമേ ഇലക്ട്രോൺ സ്പിൻ ക്വാണ്ടം നമ്പറിന് അല്ലെങ്കിൽ സ്പിൻ ക്വാണ്ടം നമ്പറിന് ഉള്ളൂ. അപ്പൊ ഈ 4 കാര്യങ്ങൾ, ക്വാണ്ടം നമ്പർ എന്താണ് എന്നുള്ളത്, അതേപോലെ 4 ക്വാണ്ടം നമ്പേഴ്സ് അത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, അതിന്റെ വാല്യൂസ്, ഇത്രയും കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് 4 മാർക്കിന്റെ ചോദ്യം വരെ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്.